മാഡം, ഋഷിമോൻ എന്തെങ്കിലും അപകടം പറ്റിക്കാണോന്ന് എനിക്കൊരു ഭയം. ഒരുപക്ഷെ അവനെ ആരെങ്കിലും അപകടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ. ഇല്ല, എന്റെ മോനൊന്നും പറ്റിയിട്ടില്ല. അവൻ ജീവനോടെ ഉണ്ട്. മാഡം, എന്താ ഇത്ര കോൺഫിഡൻസോടെ പറയുന്നത്? എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അല്ലല്ല, മാഡത്തിന് ഇപ്പൊ എന്തോ ഒരു സമാധാനം ഉള്ളതുപോലെ തോന്നുന്നു. സത്യം പറ മാഡം, ഋഷി എവിടെ ഉണ്ടെന്ന് അറിഞ്ഞോ? സിപിയോട് കള്ളം പറയാൻ വയ്യ. പക്ഷേ ഈ കാര്യം മറ്റാരും അറിയരുത്. ഋഷി അവൻ എന്നെ വിളിച്ചിരുന്നു. ആണോ മാഡം? എവിടെ ഋഷിമോൻ ഉള്ളത്? അതൊന്നും എനിക്ക് അറിയില്ല. അവൻ ജീവനോടെ നമ്മുടെ അരികെ തന്നെയുണ്ട്, സേഫായിട്ട്. ഇത് മറ്റാരും അറിയരുത്. അല്ല മാഡം, നമുക്കറിയാവുന്ന. വേറെ ഒന്നും എന്നോട് ചോദിക്കണ്ട. ഇവൻ എന്തൊക്കെയോ തേടിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്തൊക്കെ ഇവരെ വീട് മുഴുവൻ കയറി കിടന്ന് കണ്ടുവല്ലേ? അല്ല, കെവിൻ എന്താ വല്ലാണ്ടിരിക്കുന്നത്? ആരെങ്കിലും അന്വേഷിക്കുകയാണോ? അങ്ങനെയൊന്നുമില്ല. ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചപ്പോ വീടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. എന്നിട്ട് വീടൊക്കെ നന്നായിട്ട് കണ്ടോ? കണ്ടു. ഇത് വളരെ പഴക്കമുള്ള വീടാ കെവിനെ. അന്വേഷിച്ചാൽ ചിലപ്പോ അറിയാൻ പറ്റും. പിന്നെ ഞാനും ഒരുപാട് പഴഞ്ചനാ. എസ്തപ്പാന്റെ വീട്ടില് പുറത്തുനിന്നും ആരും അങ്ങനെ ധൈര്യമായിട്ട് കയറി ഇറങ്ങാറില്ല. 8 കൊലക്കേസാ എന്റെ പേരിലുള്ളത്. പുലിപ്പാറ എസ്തപ്പാനെന്ന് കേട്ടാൽ ആരും ഒന്ന് പേടിക്കും. സത്യം പറഞ്ഞാൽ കെവിൻ വന്നപ്പോൾ ആദ്യം കരുതിയത് ആ ഋഷിയെ തിരക്കി ആരോ വന്നെന്നാ. ഏത് ഋഷിയാണെന്ന് മനസ്സിലായോ? ഇല്ല. ഏത് ഋഷി? ആ അരുന്ധതിയുടെ മകൻ ഋഷിയെ. ആ ഋഷി എങ്ങനെ ഇവിടെ വന്നെന്നാവും കെവിൻ ചിന്തിക്കുന്നത്. ഒരുപാട് കഥകളുണ്ട് പറയാൻ. ഋഷി എങ്ങനെ ഇവിടെ വന്നേ? ആഹാ, ഋഷിയെ കുറിച്ച് അറിയാൻ വലിയ ഉത്സാഹം പോലെ. കേട്ടോ എലിയമ്മച്ചി, ഇദ്ദേഹത്തിന് ആ ഋഷിയെ കുറിച്ച് അറിയാൻ വലിയ താല്പര്യമാ. ഫസ്റ്റ് ഋഷിയെ കുറിച്ച് തിരക്കി വന്ന ഒരു വേട്ടാവാളിയനെ 2 ദിവസം മുമ്പ് എസ്തപ്പാൻ ചവിട്ടിക്കുട്ടി അങ്ങ് ആശുപത്രിയിലാക്കി. അവന്റെ 2 കാലും ചവിട്ടി ഒടിച്ച്. അറിയണോ അവനെ കുറിച്ച്? എനിക്കൊന്നും അറിയണ്ട. ഞാനെന്തിനാ അറിയുന്നേ? എനിക്കറിയേണ്ട ഒരു കാര്യമില്ല. ഞാൻ നോക്കുമ്പോഴേ ഈ കെവിൻ ഓരോ മുറിയും കയറി ഇറങ്ങി പരിശോധിക്കുക. ഞാൻ കരുതി നന്ദൻ സാറിനെയോ കാണാതെ ഋഷിയൊക്കെ അന്വേഷിക്കുകയാണോ? ഏയ് അല്ല, പറഞ്ഞില്ലേ ഞാൻ വീടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി കയറിയതാ. അങ്ങനെ തന്നെ ആയിരിക്കും എസ്തപ്പാനെ. മറിച്ചാണെങ്കിൽ എസ്തപ്പാൻ വെട്ടി തുണ്ടാക്കുമെന്ന് കെവിൻ അറിഞ്ഞൂടെ? അല്ലേ കെവിനെ? എന്റെ എലിയമ്മച്ചി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാതെ. ഞാൻ പേടിപ്പിച്ചല്ല, കാര്യം പറഞ്ഞതാ.
മോൻ പേടിച്ചോ? വന്നാട്ടെ, ചായ കുടിക്കാം. വാ. ചെല്ല്, ചെന്ന് ചായ കുടിക്കുക. ഇരിക്കും. പഴയ സൗഹൃദവും പറഞ്ഞ് കെവിൻ നമ്മുടെ കുടുംബത്തേക്ക് വന്ന് കയറിയപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. അന്ന് പ്രഭയ നന്ദന് ജോലി കൊടുത്ത് സഹായിച്ച കൂട്ടുകാരനെ വാനോളം പുകഴ്ത്തി നന്ദനെ പോലെ ആ ദുഷ്ടനെ സ്നേഹിച്ചത്. നേരെ തെറ്റുപറ്റിയത് എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് നന്ദൻ കൊലയാളിയാണെന്നും അവന് ധൈര്യം കൊടുക്കുന്നത് കെവിനും ഇസബല്ലയുമാണെന്നും ഞാൻ തെറ്റിദ്ധരിച്ചു. മോളെ, പലപ്പോഴും നിന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ അമ്മയ്ക്ക്. എന്റെ മോനെ കാണാത്ത എന്റെ ആധിയില്ല ഞാൻ നിന്നെ. അതെനിക്കറിയാം അമ്മേ. ഇപ്പൊ നമ്മുടെ പ്ലാൻ കൃത്യമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ടാ കെവിൻ എസ്തപ്പൻ ചേട്ടന്റെ വീട്ടിലെത്തിയത്. നന്ദനെ ഈ അവസ്ഥയിൽ എത്തിച്ച ആ കെവിനെ ഇപ്പൊ തന്നെ എനിക്ക് ചെന്ന് കാണണം. എനിക്ക് അവനോട് സംസാരിക്കണം. അമ്മേ, ഇപ്പൊ നമ്മൾ ശാന്തരായി ഇരിക്കാ വേണ്ടത്. കെവിനുള്ള കെണി അവൻ തന്നെ ഒരുക്കിക്കോളും. ഇല്ല, സിദ്ധുവും കൂടി വാ, നമുക്ക് പോയി കാണാം. അവളെ ആ ഇസബല്ലേയും കാണണോ എനിക്ക്. താനിങ്ങനെ എടുത്തിയാടിയിട്ട് കാര്യമില്ല. ദേവിക വളരെ സമർത്ഥമായിട്ടാ ഓരോന്ന് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ ഇങ്ങനൊരു പ്ലോട്ട് കൃത്യമായി ഒരുക്കുന്നത് താൻ കണ്ടില്ലേ? കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി നീങ്ങാം. എന്നാലും എത്രയും പെട്ടെന്ന് അവനെ ഒന്ന് നേരിട്ട് കണ്ട് അവന്റെ ചെകിടത്തൊന്ന് പൊട്ടിച്ചാലേ എനിക്ക് സമാധാനം കിട്ടൂ. അതിനൊക്കെ നമുക്ക് കൃത്യമായ സമയം കിട്ടും പ്രഭ. കെവിനും ഇസബല്ലയും ഡിവൈഎസ്പിയും ഒക്കെ നമ്മുടെ മുന്നിൽ വന്ന് മാപ്പപേക്ഷിച്ച് കരയും. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ താൻ നോക്കിയോ. ദുഷ്ടത ചെയ്തവർക്ക് അതിനുള്ള ഫലം കൃത്യമായി കിട്ടിയിരിക്കും. അതെ അമ്മേ, അമ്മ ഒറ്റയ്ക്കല്ല അവനോട് പകരം ചോദിക്കാൻ പോകുന്നേ. ഞാനും അച്ഛനും ഒക്കെയുണ്ട്. അവനെ കൃത്യമായി സ്കെച്ച് ചെയ്ത് പിടികൂടി അവസാനം നിയമത്തിന്റെ കൈകളിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് എല്ലാത്തിനും കണക്ക് ചോദിക്കാം നമുക്ക്. എന്തായാലും അവൻ അഭിനയിച്ചതിന് പകരമായി മോളും ശാരികയൊക്കെ അതേ നാണയത്തിൽ തിരിച്ചു പണി കൊടുത്തല്ലോ. അത് നന്നായി. അഭിനയിക്കാൻ ഇനിയും ഉണ്ട് കുറെ. നന്ദുവിനെ കണ്ടുപിടിക്കുന്നത് വരെ ഈ അഭിനയ നാടകം തുടരണം. അതുവരെ അമ്മ എനിക്കൊരു സാവകാശം തരണം. നമ്മുടെ നന്ദുവിനെ ചതിയിൽപ്പെടുത്തി ദ്രോഹിച്ച എല്ലാത്തിനെയും നമുക്ക് പിടികൂടാം. എത്രയും പെട്ടെന്ന് എന്റെ മോനെ ഒന്ന് കണ്ടാ മതി എനിക്ക്.
നന്ദ, നിനക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ടല്ലേ? അല്ലടാ, എനിക്ക് നിന്നോട് ആരാധനയാ. എന്റെ ജീവൻ സംരക്ഷിക്കാൻ ഈ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് സുഖവാസം തന്ന ആളല്ലേ? ആഹാ, നല്ല സാഹിത്യമൊക്കെ വരുന്നുണ്ടല്ലോ. നോക്കട്ടെ, നമ്മുടെ ഇവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിയുമ്പോഴേ നമുക്കൊരു സിനിമ എടുക്കാം. ആ, സ്ക്രിപ്റ്റ് നീ എഴുതിക്കോ. എന്താ നീ എന്തെങ്കിലും ഒന്ന് പറ. ഈ മനസ്സ് തുറന്ന് സംസാരിച്ചാലേ നിന്റെ ഈ ദേഷ്യമൊക്കെ ഒന്ന് മാറും. നേരാ, നിനക്ക് നിന്റെ കുടുംബത്തിലുള്ള ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട് അല്ലേ? ആ, അല്ലെങ്കിൽ അടുത്ത ആത്മബന്ധമുള്ള ഏതെങ്കിലും സുഹൃത്തുക്കളോട് അല്ലേ? ഞാൻ മുമ്പ് നിന്നോട് പറഞ്ഞിട്ടില്ലേ നിനക്ക് മനസ്സ് തുറക്കാൻ പറ്റുന്ന ഒരു സുഹൃത്തിനെ ഞാൻ കൊണ്ടുവരുമെന്ന്? ആള് വന്നിട്ടുണ്ട്. അവന്റെ ഒരു ആകാംക്ഷ ഉണ്ട്. അദ്ദേഹത്തെ ഇങ്ങ് കൊണ്ടുവന്നേ. ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്തടാ. ആ, ഇതാണ് കക്ഷി. മുഖം മൂടി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നായിരിക്കും താൻ ചിന്തിക്കുന്നത് അല്ലേ? ആ, നമ്മൾ ഈ വേണ്ടപ്പെട്ടവർക്ക് ഒരു സർപ്രൈസ് കൊടുക്കുമല്ലോ. ആ, അങ്ങനെ നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയാ. നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നേ? ഒരു രസം, ഒരു പുതുമ. അതങ്ങ് മാറ്റിക്കേ. ഇപ്പൊ ഒന്ന് കാണട്ടെ. ഋഷി, ഋഷി, ഇതുവരെ ചെയ്തതല്ല, നിന്റെ കുടുംബ തകർത്ത് ഞാൻ അടങ്ങും. എന്താണ് നീ പറഞ്ഞത്? നിന്നെ നിന്റെ തള്ളയും പെണ്ണും പിള്ളയൊക്കെ തെണ്ടിക്കളഞ്ഞ ഞാൻ. എന്നെ കൊന്നു കുഴിച്ചു മൂടിയിട്ട് നീ സുഖമായിട്ട് ഉറങ്ങുവാണല്ലേ? ചേച്ചി, ദേ അവനിപ്പോ എനിക്കൊരു മെസ്സേജ് അയച്ചിരിക്കുന്നു, ലവ് യു മുത്തേന്ന്. എന്നിട്ട് ഞാനും ഒരു ലവിന്റെ എമോജി അയച്ചു. പിന്നെ എന്ത് ചെയ്യാനാ ചേച്ചി? കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നീക്കണം. കെവിൻ എസ്തപ്പാൻ ചേട്ടന്റെ വീട്ടിൽ ചെന്നത് കൃത്യമായ സൂചനയാ. അവര് നമ്മളെ ഫോളോ ചെയ്യുന്നത് വ്യക്തമായ സ്ഥിതിക്ക് ഇനി കുറച്ചുകൂടി അലർട്ട് ആവണം. ഇസബല്ലയും ആ DVSPയും ചിലപ്പോൾ അരുന്ധതിയും കൂടി അറിഞ്ഞിട്ടാവും കെവിൻ അങ്ങോട്ട് ചെന്നത്. അതെ, അവർ ചിന്തിക്കുന്നതിനും അപ്പുറം വേഗത്തിൽ നമുക്ക് നീങ്ങണം. കെവിനെയും ഇസബല്ലയും പൂട്ടിയാ
നന്ദു എവിടെയാണെന്നുള്ള സൂചനയെങ്കിലും കിട്ടും. എസ്തപ്പാൻ ചേട്ടന്റെ വീട്ടിൽ കെവിൻ ചെന്നിട്ട് കൂടുതൽ കാര്യമൊന്നും അറിയാൻ പറ്റില്ല ചേച്ചി. അവന്റെ കള്ളത്തരം കൈയോടെ പിടികിട്ടിയല്ലോ. പിന്നെ ഫോണിലൂടെ അധികം സംസാരിക്കാനും പറ്റിയില്ല. നേരിട്ട് പോയി അന്വേഷിക്കണം. എന്നാ നമുക്കിപ്പൊ തന്നെ പോയാലോ? കാര്യങ്ങൾ അറിഞ്ഞിട്ട് വരാലോ. നീയും വരാനോ? അത് വേണ്ടടി. എന്തായാലും നാളെ പോവാം. ചേച്ചി, നാളത്തേക്ക് മാറ്റി വെക്കണ്ട. എന്തായാലും ഇവിടം വരെ എത്തിയില്ലേ? എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താടി? നമ്മുടെ എസ്തപ്പാൻ ചേട്ടനെ മുന്നിൽ നിർത്തി കെവിനൊരു പണി കൊടുത്താലോ? എങ്ങനെ? അവനിപ്പോ എന്നെ കെട്ടുന്ന കാര്യം പറഞ്ഞല്ലേ അവിടെ ചെന്ന് തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ടത്. അപ്പോ നല്ല തല്ല് കിട്ടുന്ന ഒരു പണി ഒപ്പിക്കണം. നീ എന്താ പറയുന്നേ? ചേച്ചി വന്നേ, വാ, ഞാൻ പറയാം. പേടിക്കണ്ട പേടിക്കണ്ട, ഇത് പ്രേതമൊന്നുമല്ല, ഇത് നല്ല ഒറിജിനൽ തന്നെയാ. നന്ദൻ കൊന്നു കുഴിച്ചു മൂടിയെന്ന് ലോകം വിശ്വസിക്കുന്ന സാക്ഷാൽ ഋഷി. ആ നന്ദൻ കൊന്നിട്ടുമില്ല, ഇവൻ ചത്തിട്ടുമില്ല. നന്ദ, അന്ന് നടന്ന കഥ എന്താണെന്ന് നിനക്കറിയോ? അതൊരു നാടകമായിരുന്നു. അത് പിന്നെ ഋഷി, നീ ആ കഥ നന്ദനൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇവൻ പറയില്ല, നിനക്ക് ഞാൻ പറഞ്ഞുതരാം. അന്ന് നീ ഇവന് തട്ടിക്കൊണ്ടു പോയില്ലേ? എന്നെ കൊല്ലാൻ നോക്കിയില്ലേ? ലീനെ കൊന്നു. അതിനു പകരമായി നമ്മൾ ചന്ദ്രോത്തുകാരെ കൊല്ലാതെ കൊല്ലുന്നു, അത്ര തന്നെ. എന്ത് സംഭവിച്ചാലും ശരി, ഞാനും കെവിനും ഇസബെല്ലയൊന്നും ഇതിന്ന് പിന്മാറാൻ പോകുന്നില്ല. നന്ദനെ പോലീസിൽ ഹാജരാക്കിയ നമ്മൾ ചിലപ്പോൾ കുടുങ്ങും. നന്ദനെ എന്നേക്കുമായിട്ട് കൈവിട്ട് പോവുകയും ചെയ്യും. ഇത് രണ്ടും എനിക്ക് താങ്ങാൻ പറ്റില്ല. അങ്ങനെയാ ഇന്നലെ ഞാൻ ചന്ദ്രത്തേക്ക് ആളെ അയച്ചത്. ഇതാണ് സംഭവിച്ചത്. നന്ദ, ഒരാളെ ഒരിക്കൽ മാത്രമേ കൊല്ലാൻ പറ്റൂ, അത് കഴിഞ്ഞു. അതുകൊണ്ട് ഈ ദേഹത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട. നീയൊക്കെ കൂടി എന്നെ പറ്റിക്കായിരുന്നല്ലോടാ. അതേടാ, നിന്റെ അമ്മയ്ക്ക് എന്നെ കൊല്ലാൻ നോക്കാമെങ്കിൽ എനിക്ക് നിന്നെ പറ്റിക്കാൻ പാടില്ലേ? പകരം വീട്ടിയത് തന്നെയാടാ. ഇങ്ങനാണോടാ പകരം വീട്ടുന്നത്? നല്ല ക്ലാസ് ആയിട്ട് പകരം വീട്ടുന്നതിന് പകരം ചില ആക്രി പിള്ളേരെ പോലെ തല്ലുകൂടാൻ പോവാണ. എന്റെ ജീവിതം തകർത്തവനാ ഇവൻ. ഓ അത് കറക്റ്റാ. ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാക്കി എന്റെ വീട്ടുകാരുടെ സമാധാനം ഇല്ലാതാക്കിയവനാ. ഞാനിവനെ കൊല്ലും. നിന്നെ ഞാൻ കൊല്ലൂടാ. ഞാൻ പുറത്തിറങ്ങിയ നിന്നെ വിടില്ലടാ. നിന്നെ തീർക്കൂടാ. എനിക്ക് തീർക്കടാ. അതങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാര്യമൊന്നുമല്ല. കാരണം എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും വേണം. ഈ കാര്യങ്ങൾ ആലോചിച്ചാലേ നല്ല രസമാ. എനിക്ക് നന്ദനോട് ശത്രുത ഉണ്ടായിരുന്നു. പണ്ട് മീരെ നീ കെട്ടുന്ന അവസ്ഥ വന്നപ്പോ നന്ദനാണെങ്കിലോ ഋഷിയോടും എന്നോടും ശത്രുതയായിരുന്നു. മീരയെ ഞാൻ കൊന്നു വിശ്വസിക്കുന്നതുകൊണ്ട് എന്നോടും, നന്ദനെ നീ കെണിയപ്പെടുത്തിയത് കൊണ്ട് നിന്നോടും. ഋഷിക്കാണെങ്കിലോ ഇപ്പൊ നന്ദനോട് എന്നോടും ശത്രുതയാ. മൊത്തത്തില് ഈ ശത്രുതകളിൽ കൂടി ബന്ധപ്പെട്ട് കിടക്കുക നമ്മള് 3 പേരും. ഒരു കാര്യം പറയാം,
പക്ഷെ അവിടെ കുത്തും കൊലയൊന്നും വേണ്ട. കാരണം എന്താണെന്നറിയോ? ഞാനാ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എന്ന് വെച്ചാൽ 2 മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് രക്തം കുടിക്കുന്ന ചെന്നായി അല്ല ഞാൻ. പ്രഭാവതി മേഡത്തിന്റെ മകൻ നന്ദനും അരുന്ധതി മേഡത്തിന്റെ മകൻ ഋഷിയും ഇപ്പോ പുറം ലോകം കാണാൻ പാടില്ല. കണ്ടാലേ അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. നന്ദന്റെ തെറ്റിദ്ധാരണ അകറ്റാൻ വേണ്ടിയിട്ടാ ഇവനെ, ഈ ഋഷിയെ ഞാൻ പൊക്കിക്കൊണ്ടുവന്നത്. നന്ദ, അതുകൊണ്ട് നീ എന്നെ വിശ്വസിച്ചേ പറ്റൂ. പിന്നെ ഋഷി, നിനക്ക് പുറത്തൊരു കൊട്ടേഷൻ കിടപ്പുണ്ട്. അവിടെ നിന്ന് നിന്നെ ഞാൻ രക്ഷിച്ച. അപ്പോ രണ്ടുപേരുടെയും രക്ഷകൻ ഈ ഞാൻ.